വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. ഓൾ തിങ്സ് ഓട്ടോയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി ആൾട്രോസ് ആണ്. ആൾട്രോസ് ശരിക്കും ഒരു ടർബോ സീരീസ് വന്നിട്ടുണ്ട്. പെട്രോളിൻ്റെ അകത്ത് ശരിക്കും ടർബോ സീരീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടാറ്റ അതിൻ്റെ പേര് വിളിക്കുന്നത് ഐ ടർബോ എന്നാണ്. അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആനിവേഴ്സറിയാണ്. ശരിക്കും കഴിഞ്ഞ വർഷമാണ് ആൾട്രോസ് ഇറങ്ങിയത്. ഭയങ്കര സക്സസ് റേറ്റ് ആയിരുന്നു ടാറ്റയ്ക്ക് സംബന്ധിച്ചോളം. അപ്പോൾ അതേ സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് ഒരു ടർബോ സീരീസ് ഓഫ് പെട്രോൾ എഞ്ചിൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ അത് ടാറ്റ പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഐ ടർബോ അതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ ശരിക്കും എക്സ്റ്റീരിയേഴ്സിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അത് ശരിക്കും നന്നായേ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ വണ്ടി ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കാറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ എലമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്ന ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ വന്ന ഒരു ഐ ടർബോൻ്റെ ബാഡ്ജിങ് ആണ്. അപ്പോൾ അതാണ് ശരിക്കും ഒരു മാറ്റമായിട്ട് കാറിനകത്ത് കാണാനുള്ളത്. ബാക്കിയെല്ലാം എന്താ പറയുക, നല്ലതെന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ. പക്ഷേ ഒരു ചെറിയൊരു സജഷൻസ് ഉണ്ടായിരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ലാംപ്സും അതുപോലെ ഫോഗ് ലാംപ്സും LED ആയ കുറച്ചുകൂടി നന്നായെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഫീലായിരുന്നു. പക്ഷേ അത് ടാറ്റ സെയിം ഹാലോജൻസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ വണ്ടിയുടെ അകത്ത് എക്സ്റ്റീരിയർ ആയിട്ട് പറയാനുള്ളത്. നമുക്കൊന്ന് സൈഡും കൂടി ചെക്ക് ചെയ്യാം. സൈഡിൽ വലുതായിട്ടുള്ളൊരു മാറ്റങ്ങളൊന്നുമില്ല. അലോയ് വീൽസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 16 ഇഞ്ച് ഓഫ് അലോയ്സ് ആണ്. അതുപോലെ ഡയമണ്ട് കട്ട് പാറ്റേൺ ആണ്. പിന്നെ ആസ് യൂഷ്വൽ ഇത് പറഞ്ഞ പോലെ ORVMസിൻ്റെ അകത്ത് ഈ ക്രോം എലമെൻസും ഇതെല്ലാം നല്ല ഭംഗി തരുന്ന എലമെൻറ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. വ്യത്യാസം വന്നിട്ടുള്ളത് വണ്ടിയുടെ എഞ്ചിനിലാണ്, അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സിലുമാണ്. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ടാറ്റയുടെ ഏറ്റവും വലിയ മാറ്റം വന്നത് ഇതിൻ്റെ അകത്ത് എഞ്ചിനിലാണ്. ടർബോ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടർബോ വന്നപ്പോൾ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് വണ്ടിക്ക് പവറിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുമ്പുള്ള റെവട്രോൺ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ ടർബോയിൽ എത്തിയപ്പോൾ നമുക്ക് 110 bhp ഓഫ് പവർ വന്നിട്ടുണ്ട്. അതുപോലെ ടോർക്ക് റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്ക് 140 Nm ഓഫ് ടോർക്ക്. ഇപ്പോൾ ഈ ടോർക്കിൻ്റെ ശരിക്കും സ്പ്രെഡ് ഇരിക്കുന്നത് 1500 മുതൽ 5500 RPM റേഞ്ചിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ സംഭവിച്ചാൽ നമുക്ക് ഓടിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. ടാറ്റ ആൾട്രോസിൻ്റെ ഇൻറ്റീരിയറിലാണ് ഞാൻ പറഞ്ഞ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ വൈഡ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഡോറ് ഇത്രത്തോളം വീതിയായി തുറക്കുന്നൊരു വണ്ടി ഇല്ലയെന്ന് തന്നെ പറയണം. അപ്പോൾ ശരിക്കും കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അകത്ത് കയറാനും അതുപോലെ ഇരിക്കാനൊക്കെ സൗകര്യമാണ്. അപ്പോൾ ടാറ്റ ആൾട്രോസിനകത്ത് വന്ന മാറ്റങ്ങളാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ണിൽപ്പെടുന്ന മാറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഐവറി കളർ ഓഫ് ടെക്സ്ചർ വന്നിട്ടുണ്ട് ഡാഷ്ബോർഡിൻ്റെ അകത്ത്. അപ്പോൾ അത് ശരിക്കും കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ളൊരു സംഭവം തരും. ആൾട്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ അകത്ത് എവിടെയും സോഫ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേണൈസേഷൻ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രീമിയം തോന്നും. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ പോലും ഭയങ്കര പ്രീമിയം ആയിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഡാഷിൻ്റെ കേസിൽ നമുക്ക് 10/10 കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ആൾട്രോസ്. പിന്നെ അതുപോലെ വന്ന മാറ്റത്തിൽ വേറൊരു മാറ്റം നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന മാറ്റമാണ് സീറ്റ്സിൻ്റെ. അപ്പോൾ സീറ്റ്സ് ശരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ലെതർ പോലെ തോന്നും, പക്ഷേ ലെതറല്ല. കമ്പനി പറയുന്നത് അതിന് വേറൊരു പേരാണ്. പക്ഷേ കംപ്ലീറ്റ്ലി ലെതർ അല്ലാത്തതുകൊണ്ടും പക്ഷേ ലെതറിൻ്റെ ഒരു ഫീല് തരുന്ന ഒരു സീറ്റാണ് ടാറ്റയുടെ ആൾട്രോസിൻ്റെ അകത്തുള്ളത്. അതുപോലെ സ്റ്റിച്ചിങ്സ് കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് സ്റ്റിച്ചിങ്സ് ആണ്. അതും ഈ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ഫീല് തരുന്നുണ്ട്. പിന്നെ വന്ന മാറ്റങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴാണ് കാണാം. പക്ഷേ അതല്ലാതെ ചെറിയൊരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഐറ എന്നൊരു കണക്ടിവിറ്റി ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആൾട്രോസിൻ്റെ അകത്ത് കണക്ടിവിറ്റി ഫീച്ചർ ഉണ്ടായിരുന്നില്ല. ഈ ഐറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 27 കമാൻഡ്സ്, അത് ശരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച 27 കമാൻഡ്സ് എന്നാണ് ടാറ്റ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
അതുപോലെ എർഗണോമിക്സിൻ്റെ കേസാണ് എപ്പോഴും എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ എർഗണോമിക്സിൻ്റെ കേസിൽ ടാറ്റ ആസ് യൂഷ്വൽ എപ്പോഴും നല്ലതാണ്. നമുക്ക് സ്റ്റിയറിങ്സ് ആണെങ്കിലും നമ്മുടെ ലെഫ്റ്റ് ഫുട്ട് വെക്കാനുള്ളൊരു ഫുട്ട് റെസ്റ്റ് ആണെങ്കിലും അതുപോലെ ഗിയർ നോബ്സ് ആണെങ്കിലും ഹാൻഡ് ബ്രേക്ക് ആണെങ്കിലും ഈവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനായി നമുക്കെല്ലാം ആക്സസബിളാണ് പെട്ടെന്നായിട്ട്. ഓൾട്രോസിൻ്റെ ഈ വേർഷൻ്റെ അകത്ത് ഒരു പുതിയൊരു കൂളിംഗ് ഫീച്ചർ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ടാറ്റ വിളിക്കുന്ന എക്സ്പ്രസ് കൂൾ എന്നാണ്. അപ്പോൾ ഈ എക്സ്പ്രസ് കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ വണ്ടി പെട്ടെന്ന് തണുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറും കൂടി ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ടുണ്ട്. ഓൾട്രോസിൻ്റെ ഗ്ലോ ബോക്സ് എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പം കൂടിയൊരു ഗ്ലോ ബോക്സ് ആണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്തൊരു 15 ലിറ്ററിൻ്റെ ഗ്ലോ ബോക്സ് ആണ്. ചിൽഡ് ടൈപ്പ് ഓഫ് ഗ്ലോ ബോക്സ് ആണ്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും സൗകര്യമുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. ഓൾട്രോസിൻ്റെ റിയർ ഹാൻഡിൽ വന്നിട്ട് അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിതിന് മുമ്പ് കണ്ട ബീറ്റിലും അതുപോലെ പുതിയ സ്വിഫ്റ്റിൻ്റെ അകത്തൊക്കെ വരുന്ന പോലത്തെ സ്ഥലത്താണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത്. അകത്തിരിക്കുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ എന്ന് പറയണം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പുതിയ ഓൾട്രോസിൻ്റെ വന്ന് ഈ ഒരു ലെതർ ഫീൽ ടൈപ്പ് ഓഫ് അപ്പോൾസറിയാണ് ശരിക്കും നമുക്ക് കുറച്ചും കൂടി സ്പേസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ സ്കൂപ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് സീറ്റ്സ് ആണ്. അപ്പോൾ അതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ലെഗ് റൂമും അതുപോലെ അണ്ടർ തൈയും തരുന്ന ഒരു കാറാണ്. അതുപോലെ നമുക്ക് പാമ്പർ ചെയ്യാനായിട്ട് ബാക്കിൽ AC വെൻറ്റ് ഉണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജറും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ബാക്കിലിരുന്ന് യാത്ര ചെയ്യാം. അപ്പോൾ ഈ ശരിക്കും ബാക്കിൽ വന്ന ആ ഫ്രണ്ടിൽ വന്ന ഒരു ഐവറി അല്ലെങ്കിൽ ഒരു വൈറ്റ് ഐവറിയുടെ ഒരു കളർ വ്യത്യാസം നമുക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആക്കാൻ സഹായിക്കും. കാരണം കുറച്ചും കൂടി കളറുള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു ഡോർ ഹാൻഡിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ആംറെസ്റ്റാണ്. ആംറെസ്റ്റിൻ്റെ അകത്ത് ഈ പറഞ്ഞ കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നമുക്ക് 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും നല്ലൊരു നല്ല വീതിയിലൊരു ഹെഡ് റെസ്റ്റാണ്. നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇതിന് മുമ്പുള്ളൊരു ആൾട്രോസ് പോലെ തന്നെയാണ് ഈ ബാക്കിലെ ആൾട്രോസും. എവിടെയും നമുക്കൊരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടെടുത്ത് പറയാനൊന്നുമില്ല. നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഓൾട്രോസിൻ്റെ ഈ ഒരു പുതിയ വേർഷൻ്റെ അകത്ത് വന്നത് എഞ്ചിനിൽ വന്ന ചേഞ്ചാണ്. അപ്പോൾ അതിന് നമ്മൾ ഓടിച്ചെന്നെ നോക്കണം, അല്ലാതെ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. ഓൾട്രോസിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള പെട്രോളിൻ്റെ ടർബോ വേർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾട്രോസ് എന്തായിരുന്നോ ലാക്ക് ചെയ്തത് അത് കമ്പനി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഓൾട്രോസ് ഫസ്റ്റ് ഞാൻ ഒരു വർഷം മുമ്പ് ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് വണ്ടി മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. എനിക്ക് ലാക്ക് ചെയ്ത ഒരൊറ്റ ഫീലായിരുന്നു പെട്രോളിന് ഒരു പഞ്ചില്ല. കാരണം അതിൻ്റെ ഒരു ടർബോ നമ്മൾ നന്നായിട്ടൊരു മിസ് ചെയ്തൊരു ഫാക്ടറായിരുന്നു. അപ്പോൾ അത് ടാറ്റ ശരിക്കും പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ടെർബോ പരിഹരിച്ചു മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ടെർബോൻ്റെ ഒരു എന്താ വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് കൃത്യമായി നോക്കുകയാണെങ്കിൽ ടെർബോവും അതുപോലെ റെവട്രോ എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പത്തെ ഒരു എഞ്ചിനാണ്. അതായത് നമ്മളിപ്പോൾ റോട്ടിൽ കാണുന്ന എല്ലാം ഓൾട്രോസിനകത്ത് വരുന്നതാണ് റെവട്രോൻ്റെ പെട്രോൾ എഞ്ചിൻ. റെവട്രോൻ്റെ എഞ്ചിൻ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു BHPയും അതുപോലെ തന്നെ ടോർക്ക് റേഷ്യോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ BHP നമുക്ക് 86 BHPയും അതുപോലെ 110 Nm ഓഫ് ടോർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതന്നെ ഇപ്പോൾ ടർബോയിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ അകത്ത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. BHPയുടെ കേസാണെങ്കിൽ 110 BHPയും അതുപോലെ ടോർക്ക് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 140 Nm ഓഫ് ടോർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന ഈ ഒരു വ്യത്യാസം പേപ്പറിൽ നമുക്ക് വലുതായി തോന്നിയില്ലെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും രസകരമായി തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ബാൻഡിൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അതായത് 1500 RPM മുതൽ 5500 RPM വരെയുള്ള ആ ബാൻഡിലാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ വണ്ടി പവർ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അത്രത്തോളം വലിപ്പം കൂടിയൊരു ബാൻഡ് വിഡ്ത്ത്, അതായത് നീളം കൂടിയ ബാൻഡ് വിഡ്ത്ത് നമ്മളെ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഫീൽ തരുന്നുണ്ട്. അത് തന്നെയാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും സേഫസ്റ്റ് കാറാണ്. അതായത് 5 സ്റ്റാർ നേടിയ ഒരു കാറാണ് എൻക്യാപ്പിൻ്റെ റൂൾസ് അനുസരിച്ച്. അപ്പോൾ എൻക്യാപ്പിൻ്റെ റൂൾസിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ വീഡിയോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാം. നമ്മൾ സേഫസ്റ്റ് കാർ ചെയ്തിട്ടുണ്ടായിരുന്നു, 5 സേഫസ്റ്റ് കാർ ഇൻ ഇന്ത്യ അണ്ടർ 10 lakhs. അപ്പോൾ അത് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഓൾട്രോസ് എല്ലാം കൊണ്ടും സേഫസ്റ്റ് ആണ്.
പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടിയിലെത്തിയപ്പോൾ ആ പവറിൻ്റെ ഒരു കുറവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരുന്നത്. ആ ഒരു പവറിൻ്റെ കുറവ് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ടാറ്റ തന്നിട്ടുണ്ട്. ഓൾട്രോസിൻ്റെ ഐ ടർബോ വന്നപ്പോൾ ഇതിനകത്തൊരു പുതിയ മോഡ് വന്നിട്ടുണ്ട്. ആ മോഡാണ് അപ്പോൾ ഈ സ്പോർട്ട് ഡ്രൈവിംഗ് മോഡ് ശരിക്കും നമ്മൾ നല്ല രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടത്തെ ഓൾട്രോസിൻ്റെ അകത്ത്. പക്ഷേ സ്പോർട്ട് മോഡ് വന്നപ്പോൾ സ്പോർട്ട് മോഡിൻ്റെ അകത്തുള്ള എല്ലാ ഫീലും ഈ എഞ്ചിൻ തരുന്നുണ്ടെന്നുള്ള കാര്യം പറയണം. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഏറ്റവും സുഖമായിട്ട് ഓടിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡാണ് സ്പോർട്ട് മോഡ്. അപ്പോൾ ഓൾട്രോസിൻ്റെ അകത്ത് ശരിക്കും പുതിയൊരു ഐ ടർബോ വേർഷൻ വന്നപ്പോൾ എല്ലാമായി, അതായത് എല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമായി. പക്ഷേ 2 കാര്യങ്ങൾ അവർ മിസ് ഔട്ട് ചെയ്തു എന്നുള്ള കാര്യം ശരിക്കും ഒരു ഓപ്ഷണലായിട്ട് കൊടുക്കാമായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ്. ഒന്ന് വന്നിട്ട് വണ്ടിയുടെ അകത്ത് ഒരു സൺറൂഫ്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവർക്കും ഒരു സൺറൂഫ് എന്നതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സൺറൂഫ് നമ്മളിവിടെ നന്നായിട്ട് മിസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഓട്ടോ ഗിയർ ബോക്സും കൂടി ഈ ഒരു വേർഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ വണ്ടീനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാമായിരുന്നു. ഓൾട്രോസിനകത്തുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിന് മുമ്പ് വന്ന ഹാർമൺ കാർഡോണിൻ്റെ സിസ്റ്റം തന്നെയാണ്. ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ഈ ഒരു 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയൊരു വീക്ക്നെസ് ആയി തോന്നിയിട്ടുള്ളത്. പക്ഷേ പെർഫോമൻസ് നല്ലത്, അതായത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയണം. അതുമാത്രമല്ല ഈ വണ്ടിയുടെ അടുത്ത് എനിക്ക് വേറൊരു രസകരമായിട്ടുള്ളൊരു ഫീൽ തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഹോണാണ്. നോർമലി നമ്മൾ ഇവിടെ പ്രസ് ചെയ്തിട്ടാണ് ഹോൺ അടിക്കുക, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് ഹോൺ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി നമ്മളൊരു ഒരു വീഡിയോ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ഫീല് നമുക്കിതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഓഡിയോ സിസ്റ്റത്തിനെ കുറിച്ചാണ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന ഏറ്റവും രസകരമായിട്ട് എങ്ങനെ ഒരു ഔട്ട് എടുക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ സൗണ്ട് ട്യൂണിംഗ് എന്ന സെഗ്മെൻറ്റിൽ നോക്കാം. അപ്പോൾ ഓൾട്രോസിൻ്റെ അകത്ത് നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് ട്യൂൺ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഓഡിയോ സെറ്റപ്പിൻ്റെ അകത്ത് നമുക്ക് ബാസ് മിഡ് ട്രബിൾ കാണാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിയുടെ അകത്ത് വരുന്നത് ഹാർമൻ്റെ ഓഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹാർമൺ മോശമല്ല എന്നേ പറയുള്ളൂ. പക്ഷേ എനിക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ പോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല സ്ഥലത്തും പല ഫ്രീക്വൻസീസിൻ്റെയും ഇഷ്യൂസ് തോന്നുന്നുണ്ടെന്നുള്ള കാര്യം പറയണം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ അകത്ത് ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് എങ്ങനെ റീച്ച് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നി ഇതിന് നല്ലൊരു ബേസ് സപ്പോർട്ട് ചെയ്യുന്ന ബേസ് റേഞ്ച് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ 4 സ്പീക്കേഴ്സും 2 ട്വീറ്റേഴ്സും ഉള്ളത്. അപ്പോൾ ബേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 5 വരെ പോവാം. 5ൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജാർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 5 ആണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഏറ്റവും നല്ല ബേസ് ആയിരിക്കുക. അതിനുശേഷം മിഡ് റേഞ്ച് നമുക്കൊരു 1 വരെ പോയാൽ മതി. കാരണം മിഡ് മോശമില്ലാത്തൊരു മിഡ് റേഞ്ച് ഉണ്ട്, വല്ലാണ്ട് മിഡ് കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ട്രബിളാണ്. ട്രബിൾ എനിക്ക് തോന്നുന്നു 6 വരെ പോവാം. അപ്പോൾ ഈ 516 എന്ന സാധനം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു 516 നമ്പറാണ് നിങ്ങൾക്ക് ട്യൂൺ ചെയ്യുമ്പോൾ ഓൾട്രോസിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഒരു ഔട്ട്പുട്ട് തരുന്നത്. നമുക്ക് കേട്ട് നോക്കാം. ഓൾട്രോസിൻ്റെ അകത്ത് ഇത് ശരിക്കൊരു ബാൻഡാണ്. അപ്പോൾ ഓൾട്രോസിൻ്റെ അകത്ത് ഇതിന് മുമ്പത്തെ വേർഷൻസിലുണ്ട് ഈ ബാൻഡ്. ഈ ബാൻഡ് പ്രത്യേകത എന്ന് പറഞ്ഞത് നമുക്ക് ചാവി, അതായത് കീൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എവിടെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ നോർമലി വല്ല കളിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനൊക്കെ പോണ സമയത്ത്, ഇപ്പോൾ സ്വിമ്മിങ്ങിനാണ് നമ്മൾ പോകണം, കാറായിട്ട് പോകണം. ആ സമയത്ത് നമുക്ക് എപ്പോഴും ഈ കീ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ടൈപ്പ് ആണെങ്കിൽ ബാൻഡ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കുളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്താലും ഇത് ശരിക്കും വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമ്മളൊരു ചാവിയായിട്ട് പോകണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. നമ്മൾ നേരിട്ട് വന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. കീ നമുക്ക് സൗകര്യത്തോടെ വീട്ടിലെടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ഇതിൻ്റെ അകത്ത് ഒരു ഫീച്ചർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പവറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു കുറവായിരുന്നു ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ഫീച്ചേഴ്സ് ഇല്ലായ്മ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ട് ഐറ വന്നിട്ടുണ്ട്. അപ്പോൾ അൾട്രോസിൽ ഐറ എന്ന് പറയുന്നത് 27 കമാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഈ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇംഗ്ലീഷും മനസ്സിലാക്കും, അതുപോലെ തന്നെ ഹിംഗ്ലീഷ് എന്ന് പറയും. ഹിംഗ്ലീഷ് എന്ന് പറയുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് ഹിംഗ്ലീഷ്. അപ്പോൾ ആ സംഭവങ്ങളും ഇത് കൃത്യമായിട്ട് പിക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആയിരുന്നു എൻ്റെ അകത്ത് ലാക്ക് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാൽ ടാറ്റ ലാക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ വണ്ടിയുടെ അകത്ത് കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറയണം. പക്ഷേ ഇത്രയും കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ IRVM കൂടി ഒന്ന് ഓട്ടോ ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എൻ്റെ പേഴ്സണൽ ഫീലാണ്. പിന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഓവർ ഡെപ്തായിട്ട് പോകാത്തത്.
നമ്മളിതിന് മുമ്പ് ഓടിച്ച സെയിം അൾട്രോസിനെ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റും 7 ഇഞ്ചിൻ്റെ ഒക്കെ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അവർക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഒരു വലിയ പ്രശ്നമായിട്ടുള്ളൊരു എടുക്കേണ്ട കാര്യമല്ല. കാരണം പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നല്ല രീതിക്കുള്ള പെർഫോമൻസുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. പിന്നെ എ സിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫീച്ചർ ശരിക്കും നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സൂപ്പർ കൂൾ എന്നൊരു ഓപ്ഷനിലേക്ക് ഇടുമ്പോൾ വണ്ടി പെട്ടെന്ന് തണുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയൊരു മാജിക് ഒന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ബ്ലോവറിൻ്റെ സ്പീഡും അതുപോലെ എ സിയുടെ ഇൻടേക്സും എല്ലാം അത് ഏറ്റവും ഹൈയിലേക്ക് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അനുസരിച്ച് നമുക്ക് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് പോയി തിരിക്കാതെ നമുക്ക് പെട്ടെന്ന് തണുപ്പിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഓൾട്രോസ് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. വണ്ടി ഡൈനാമിക്സ് വൈസും അതുപോലെ തന്നെ എൻജിൻ വൈസും അതുപോലെ ഗിയർ ബോക്സിൻ്റെ മീറ്റിങ്ങും എല്ലാം ആസ് യൂഷ്വൽ നല്ല ഒരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എൻജിൻ്റെ അകത്തുള്ള ഈ ഒരു എന്താ പറയുക 3 സിലിണ്ടർ എൻജിനായിട്ട് പോലും നമുക്ക് അകത്തേക്ക് വൈബ്രേഷൻസോ അല്ലെങ്കിൽ നോയ്സോ അങ്ങനത്തെ സംഭവമൊന്നും വരുന്നില്ല. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം കൂടി പറയുമ്പോൾ സ്റ്റിയറിംഗ് കൃത്യമായിട്ട് വെയിറ്റ് അപ്പ് ആവുന്ന സ്റ്റിയറിങ്ങും അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഓരോരോ ഇൻപുട്ടും കൃത്യമായി മനസ്സിലാക്കി നമുക്ക് ഫീഡ്ബാക്ക് തരുന്നൊരു സ്റ്റിയറിംഗാണ് ഓൾട്രോസിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഏറ്റവും രസകരമായിട്ടുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് സീറ്റിംഗ് പൊസിഷനും അതുപോലെ അകത്തുള്ള സ്ഥലവും ഇതെല്ലാം ഈ ഒരു എന്താ പറയുക ക്ലാസ്സിൽ ഒരു ക്ലാസ് ലീഡിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് പറയണം. അപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബ്രേക്കിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഡൈനാമിക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്കിംഗ്. നമുക്ക് 4 വീലിൽ ഡിസ്ക് വരുന്നില്ല, എന്നാലും ഇതിൻ്റെ ബ്രേക്കിംഗ് വളരെ നല്ലതാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ബാക്കിലൊരു വണ്ടിയുണ്ട്, എന്നാലും നമുക്കൊരു ഹസാർഡ് ചെന്ന് ബ്രേക്ക് ഔട്ട് നോക്കാം. നല്ല ബൈറ്റിംഗ് ആണ് വീൽസിൽ. നമുക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അതും ഈ ഓൾട്രോസിനെ സംബന്ധിച്ചോളം നല്ലൊരു കാര്യമാണ്. അപ്പോൾ ടാറ്റ ഓൾട്രോസ് ഐ ടെർബോ, അതായത് പെട്രോളിൽ വന്ന ടെർബോനെ കുറിച്ച് വേർഡിക്റ്റ് ആയിട്ട് പറയാനുള്ളത്, ടാറ്റ ഓൾട്രോസ് എപ്പോഴും, അതായത് വണ്ടി ഇറങ്ങിയതിൻ്റെ ശേഷം നല്ലൊരു ക്യാച്ചി ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അതായത് നമ്മൾ ഒരിക്കലും ടാറ്റയുടെ സ്റ്റേബിളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഡിസൈൻ ആസ്പെക്റ്റ് ആയിരുന്നു ഓൾട്രോസിന്. അല്ലെങ്കിൽ അതുതന്നെയാണ് ഈ ഇത്രയും ബയേഴ്സിനെ ടാറ്റയോട് അടുപ്പിച്ചത്. അപ്പോൾ ആ വണ്ടി ഓടിച്ചപ്പോൾ എല്ലാവർക്കും മോശമല്ലാത്ത അഭിപ്രായമായിരുന്നു, ഇൻക്ലൂഡിങ് എനിക്ക്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പവർ. കാരണം നമുക്ക് ആ വണ്ടിക്ക് കുറച്ചും കൂടി പവർ ഉണ്ടായിരുന്നു. കാരണം ഈ സെഗ്മെൻറ്റിൽ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും കോമ്പറ്റീറ്ററിന് നല്ലൊരു പവർഫുൾ ടെർബോ എഞ്ചിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്ഥലത്ത് ഓൾട്രോസിന് എല്ലാം ഉണ്ടായിട്ടും ഒരു ടെർബോ പവറിൻ്റെ ഒരു കുറവ് ആക്ച്വലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാറ്റ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു പരിഹാരം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെർബോ കിക്കിൻ പഞ്ച് എന്ന് പറഞ്ഞ സംഭവം തന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് എത്ര പവറാണ് ആവശ്യം, അതുപോലെ ചില വണ്ടികളുണ്ട് നമുക്ക് വണ്ടിയെക്കാളും കൂടുതലായിരിക്കും പവർ റേഷ്യോ. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ചില സമയത്ത് നമുക്ക് വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കാൻ പറ്റാത്തൊരു ഫീലൊക്കെ തോന്നും. പക്ഷേ ഈ വണ്ടിക്ക് ഈ വണ്ടിയുടെ ബോഡിയും അതുപോലെ ഈ വണ്ടിയുടെ ഡൈനാമിക്സും ചേസൊക്കെ എന്ത് ആഗ്രഹിക്കുന്ന ഒരു പവറാണ് ഉദ്ദേശിക്കുന്നത്, ആ പവർ കൃത്യമായിട്ടുള്ള സംഭവം തരാൻ ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്തുകൊണ്ടാണെന്നോ നിങ്ങൾ എന്താ പറയുക ഈ അൾട്രോസിനെ വേണ്ട വെക്കാനുള്ളൊരു കാരണം, ഒറ്റ കാരണമായിട്ടുള്ള പവർ, ആ പവറും കൂടി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓടിച്ചതിൽ ഈ പറഞ്ഞ ഹാച്ച് സെഗ്മെൻറ്റിൽ, അതായത് പ്രീമിയം ഹാച്ച് സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് ഓൾട്രോസ് തോന്നുന്നുണ്ട്.